എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള വിശേഷങ്ങളായിരിക്കും ഇന്ന്. അപ്പോൾ സമയം 3:13. അപ്പം ഞങ്ങൾ ഇവിടുന്ന് KSRTCയിലേക്ക് പോകുകയാണ്. പാലാ KSRTC. അവിടെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ കോട്ടയത്തിന് ബസ് കയറിയിട്ട് അവിടുന്ന് ട്രെയിനിന് കന്യാകുമാരിക്ക്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇപ്പോൾ KSRTCയിൽ എത്തിയിട്ടുണ്ട്. ഇനി 4 മണിക്കാണ് ബസ്. അപ്പം പാലായിൽ നിന്ന് കോട്ടയത്തിനാണ് ഇറങ്ങുന്നത്. കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ട്രെയിന് 1 മണിക്കൂർ ലേറ്റാണ്. അതിനുള്ള വിശേഷങ്ങളായി പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. ഫ്രണ്ട്സ്, ഫൈനലി കാത്തിരുന്ന ട്രെയിൻ വന്നു ഗൈസ്. Train number 16381 Pune Kanyakumari Express from Pune to Kanyakumari is just arriving on platform number 2. നല്ല മഴയാണ്. ഗൈസ്, വന്ദേ ഭാരത് ലുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ കൊച്ചുവേളി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അന്നേരമാണ് ഗൈസ് ഞങ്ങൾ കണ്ടത് ദേ വന്ദേ ഭാരത് കിടക്കുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ വന്ദേ ഭാരത് കാണുന്നത് ആദ്യമായിട്ടാണ് ഗൈസ്. ഈ വന്ദേ ഭാരതിന് എത്ര നീളമാണ് നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ കിടപ്പ്! ആഹാ, സൂപ്പർ, അടിപൊളി. ഓടിയിട്ടും തീരുന്നില്ലല്ലോ ഈശ്വരാ. ഇപ്പോൾ തിരുവനന്തപുരം പേട്ട സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 9:16 അടുത്തത് തിരുവനന്തപുരം സെൻട്രലിലാണ്. ഞങ്ങൾ എന്ത് ചെയ്ത് പോവുകയാണ്.
ഫ്രണ്ട്സ്, ഫൈനലി കന്യാകുമാരി എത്തി ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ റൂമിലെത്തി. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വിവേകാനന്ദ പാറയിലേക്ക് പോകും. ഫ്രണ്ട്സ്, ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു. ഇനി ഞങ്ങൾ ബോട്ടിൽ കയറാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾക്ക് ഇവിടെ തന്നെ നിന്ന് നോക്കുമ്പോൾ കാണാം വിവേകാനന്ദ പാറയും തിരുവള്ളൂരുടെ സ്റ്റാച്ചുവും നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ബോട്ട് കയറാനായിട്ട് നിൽക്കുകയാണ്. ബോട്ടിൽ മാത്രമേ അങ്ങോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. ലൈഫ് ജാക്കറ്റ് ഫ്രണ്ട്സ്, നല്ല തിരക്കാണ് ബോട്ടിൽ. പെട്ടെന്ന് തന്നെ അപ്പുറത്തെത്തും. ഒരു 1-2 മിനിറ്റ് മാത്രം മതി അങ്ങോട്ട് എത്താനായിട്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കടലിൽ കൂടെ ബോട്ടിൽ പോകുന്നത്. ഈ ബോട്ടാണെങ്കിൽ ഇങ്ങനെ ആടി ഒലഞ്ഞെല്ലാം നല്ല രസത്തിൽ പോകാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഫ്രണ്ട്സ്, നമ്മൾ വിവേകാനന്ദ പാറയിലെത്തി. ഇനി ഒരു എൻട്രി ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിവേകാനന്ദൻ്റെ ടെമ്പിളിലേക്ക് കയറാൻ പറ്റും ഗൈസ്. ഭയങ്കര വെയിലാണ്, അതുപോലെ നല്ല രസമാണ്. കന്യാകുമാരിക്കൊരു പ്രത്യേകതയുണ്ട്. 3 കടലുകൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലമാണ് കന്യാകുമാരി. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയാണ് ഒന്നിച്ചു ചേരുന്ന കടലുകൾ. ഇതിനെ ത്രിവേണി സംഗമം എന്നും പറയപ്പെടുന്നു. ഇത് ഓരോ മാസവും സൂര്യൻ എവിടെയാണ് ഉദിച്ചു വരുന്ന പോയിന്റ് എന്നറിയാൻ പറ്റുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലണ്ടറാണ് ഇത്. എന്തൊരു കാറ്റാണോ, നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. ഭയങ്കര ചൂടുമാണ്. അതുപോലെ തന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ചത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം കാണാൻ പറ്റുന്നത്. നല്ല സുഖമായിട്ട് കാണാൻ പറ്റും കൂളിംഗ് ഗ്ലാസ് വെച്ച്, അല്ലെങ്കിൽ കണ്ണടിച്ചു പോയേനെ ഗൈസ്. പറന്നു പോകുന്ന പോലെയൊക്കെ തോന്നുവാണ്. ഇവിടെ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നിലത്ത് കാല് കുത്തുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ് ഫ്രണ്ട്സ്. ആണ് ഞങ്ങൾ ഫ്രണ്ട്സ് ഇങ്ങനെ ഓടി നടക്കുന്നത്. ഫ്രണ്ട്സ്, ചൂടാണെങ്കിൽ ഒരു ഡാൻസ് കളിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഓപ്പിലക അല്ലേ എൻജോയ് ചെയ്യാൻ സമയം കിട്ടത്തുള്ളൂ. പിന്നെ സമയം കിട്ടിയില്ലെങ്കിലോ? എന്തായാലും ഡാൻസിനൊരു കുറവും വരുത്തിയിട്ടില്ല. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ചു പോകാനായിട്ടുള്ള, ബോട്ടിൽ കയറാനായിട്ടുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. ഇവിടെ അധിക നേരം നിൽക്കാനും പറ്റത്തില്ല, ഭയങ്കര ചൂടുമാണ് ഫ്രണ്ട്സ്. തിരിച്ചു പോകാനും നല്ല തിരക്കുണ്ടെന്നാണ് തോന്നുന്നത് ഫ്രണ്ട്സ്. ബോട്ടിൽ ഫ്രണ്ട്സ് നല്ല തിരക്കാണ്. വിവേകാനന്ദ പാറയിൽ പോയിട്ട് വന്നു. ഇപ്പം ഒരു അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി. ഞങ്ങൾ അവിടുന്ന് പോയിട്ട് വന്നിട്ട് റൂമിൽ വന്നിട്ടുണ്ട്.
ഞങ്ങൾ ഇന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയാണ്. പക്ഷേ വേഗം ഉള്ളതുകൊണ്ട് കാണാൻ പറ്റി. അതിന് പകരം വേറൊരു സംഭവമാണ്. ഫ്രണ്ട്സ്, മേഘമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല സൺസെറ്റ്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി നാളെ ഉദയം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റിയാൽ നന്നായി. ഇപ്പോൾ നല്ല മേഘമാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ കുറേ പർച്ചേസിംഗ് ഒക്കെ നടത്തി. ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു എങ്കിലും. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ വരുന്നതാണ്. പിന്നെ നാളെ രാവിലെ സൂര്യ ഉദയം കാണാൻ പോകും. അപ്പം ഇന്നേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം നാളെ രാവിലെ ഹലോ, ഗുഡ് മോർണിംഗ്. സൂര്യ ഉദയം കാണാനായിട്ട് പോവുകയാണ്. തൊണ്ടയ്ക്ക് എന്തോന്നല്ലോ ഇത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തീരത്തെത്തി. ഇപ്പം വെളിച്ചമായതുകൊണ്ടൊന്നും കാണത്തില്ല, അതാണ്. ഭയങ്കര തിരക്കാണ്. എല്ലാവരും സൺറൈസ് കാണാനായിട്ട് നിൽക്കുന്നവരാ. ഭയങ്കര തിരക്കാണെന്നാണ് തോന്നുന്നത്. മേഘമായതുകൊണ്ട് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഉദയം കാണാൻ പറ്റിയ സ്ഥലത്തേക്ക് ഞങ്ങൾ നടക്കുകയാണ്. അധികം താഴേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര ആളാണ്. പുറകിലേക്കൊക്കെ നോക്കിയാൽ ഭയങ്കര ആൾക്കാരാണ്. ഇവിടെ ഫുള്ളും ഉദയം കാണാനായിട്ട് ആൾക്കാരെല്ലാം കട്ട വെയിറ്റിംഗ് ആണ്. അതിനോടൊപ്പം ഞാനും ഭയങ്കരമായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സൺസെറ്റോ കാണാൻ പറ്റിയില്ല, ഇനി ഉദയം കണ്ടാലും മതിയായിരുന്നു ഫ്രണ്ട്സ്. നല്ല രസമാണ്. നല്ല കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും കാണാൻ വന്ന് നിൽക്കുന്നതാണ്. മേഘമൊക്കെ നന്നായിട്ടുണ്ട്, എന്നാലും കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ്. എത്ര പേരാണ് ഉദയം കാണാൻ വന്ന് നിൽക്കുന്നത്. മൂന്ന് പകുതിയായിട്ട് നിൽക്കുന്നു.
ഫ്രണ്ട്സ്, അവിടെയാണെന്ന് തോന്നുന്നു ഉദയം വരുന്നത്. ചെറിയൊരു ഓറഞ്ച് കളറൊക്കെ അവിടെ തോന്നിക്കുന്നുണ്ട്. എന്നാലും അവിടെ ആയിരിക്കും. ഞാനാണെങ്കിൽ കട്ട വെയിറ്റിംഗ് ആണ് ഉദയം കാണാനായിട്ട് ഗൈസ്. ഫ്രണ്ട്സ്, എന്തായാലും കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ആ കളർ ചേഞ്ചിങ്ങും കാണാം, അതുപോലെ തന്നെ മേഘമൊക്കെ അതിൻ്റെ മുകളിലാണ് ഫ്രണ്ട്സ്. ഇപ്പോഴെങ്കിലും ഭാഗ്യമുണ്ടെന്നാണ് ഫ്രണ്ട്സ് തോന്നുന്നത്. നമുക്ക് നോക്കാം, കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്തായാലും മേഘങ്ങളൊക്കെ അതിൻ്റെ മുകളിലാണ്, കാണാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഫ്രണ്ട്സ്, ഞാനാണെങ്കിൽ ഇന്നലെ വിഷമിച്ചിരിക്കുവാണ്. ഇന്നലെ സൺസെറ്റ് കാണാൻ പറ്റാത്തതിന് എന്തായാലും ഇന്ന് കാണാൻ പറ്റുമെന്നാണ് ഫ്രണ്ട്സ് തോന്നുന്നത്. എനിക്ക് സന്തോഷം അടക്കി പിടിക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ്. നല്ല രസം. അത് അവിടെ തന്നെയാണ് ഫ്രണ്ട്സ്, അത് ഉദിച്ചു വരുന്നതിൻ്റെ അവിടെ തന്നെയാണ്. കാരണം അവിടെ ഈ ഓറഞ്ച് പ്ലസ് യെല്ലോ പ്ലസ് എന്തൊക്കെയോ ഒരു കളർ വന്നിരിക്കുന്നത്. എനിക്ക് സന്തോഷമാണ്, എന്താ പറയണത് എനിക്ക് അറിയത്തില്ല ഫ്രണ്ട്സ്. അതുപോലെയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. അതെ, അത് തന്നെ വരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡായി, കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷമായി. ഇത് ഈ ഉദിച്ചു വന്നപ്പോൾ ഒരു സൈറൻ പോലെ കേട്ടത്, അത് വിവേകാനന്ദ പാറയിൽ നിന്ന് ശംഖ് ഊതിയ ശബ്ദമാണ് ഫ്രണ്ട്സ് കേട്ടത്. എന്തായാലും അടിപൊളി, കാണാൻ സൂപ്പറാണ്, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൺസെറ്റ് കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഞാൻ ഇവിടെ എല്ലാം തീർത്തു ഫ്രണ്ട്സ്. ഒക്കെ കണ്ടു, ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ തിരിച്ച് പോവാറായിട്ട് നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും കുളിച്ച് കേരളീയവുമാണ്, തിരിച്ച് പോവുകയാണ്. അപ്പം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിൻ അവിടെ കിടപ്പുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ
പൊളിയാണ്. ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിച്ചു. വളരെ സന്തോഷമായിട്ടുള്ള കന്യാകുമാരിയിൽ ചെന്നിട്ട് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റിയെന്ന് എനിക്ക് മനസ്സ് നിറഞ്ഞ എല്ലാം നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ കന്യാകുമാരിക്ക് ബൈ ബൈ. ബൈ ബൈ കന്യാകുമാരി. ഇനി ഒരിക്കൽ കൂടെ വരാൻ ശ്രമിക്കാം. അപ്പം ബൈ ബൈ കന്യാകുമാരി. ഇത്രയും നേരം ഞങ്ങളിവിടെ റീൽസൊക്കെ ചെയ്യുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ട്രെയിൻ വരുന്നത്. നാഗർകോവിൽ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ വിടുവായിരിക്കും വണ്ടി. ഇപ്പം നാഗർകോവിൽ എത്തിയതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നിർത്തിയതാണ്. ഇതോ അപ്പോൾ എടുക്കാറായി എനിക്ക് തോന്നുന്നു. കുലുങ്ങുന്നുണ്ട്. അപ്പോൾ എടുക്കാറായി എന്നാ തോന്നുന്നത്. ഗൈസ് നോക്കാം. അറിയുന്നുണ്ട്. ട്രെയിനിലൊക്കെ ഇറങ്ങി ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ബസ്സിൽ പാലായിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്കാണ്. ഇപ്പോൾ സമയം 7:02 ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ കന്യാകുമാരി വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.